ഭരണവിരുദ്ധ വികാരം, മമതയ്ക്കെതിരായ ഭരണവിരുദ്ധ വികാരം, മമതയ്ക്കെതിരായ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും BJP-ക്കാണ് ഗുണം ചെയ്തത്. വന്നിരിക്കുന്നു സർവേ ഫലം. NDA 281 മുതൽ 350 വരെ, ഇന്ത്യ മുന്നണി 145 മുതൽ 201 200 കടക്കുമെന്ന് പ്രവചിക്കുന്ന ആദ്യത്തെ എക്സിറ്റ് പോളാണ്. ഇന്ത്യ ടുഡേയുടെ രാജസ്ഥാൻ റിസൾട്ട് വരുന്നു. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് പ്രകാരം നോക്കൂ, 7 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി നേടിയേക്കാമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയിൽ പറയുന്നു. നോക്കൂ, രാജസ്ഥാനിൽ, ബീഹാറിൽ. ഒരു മിനിറ്റ്, നേരത്തെ ദൈനിക് ഭാസ്കറിന്റെ സൂചിക വായിച്ചല്ലോ. ദൈനിക് ഭാസ്കർ ഏറ്റവും കുറഞ്ഞതായി NDA കൊടുക്കുന്നത് 281. അതായത് NDA ആണ്. BJP അപ്പോ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് പോകാനുള്ള സാധ്യതയാണ് ദൈനിക് ഭാസ്കർ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോ കാര്യങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു പെർസെപ്ഷൻ ക്രിയേഷൻ കൂടിയായി കാണേണ്ടതുണ്ട്. ഇപ്പോ ഇന്ത്യ സഖ്യത്തിന് 350+ വന്നാലും ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യാൻ ഈ പറയുന്ന പ്രീ പോളിന്റെ കാര്യത്തിൽ ഇത് സംഭവിക്കാം. പക്ഷേ എക്സിറ്റ് പോളിന്റെ കാര്യത്തിൽ ഇതിന്റെ വിശ്വാസം എന്റെ ആദ്യത്തെ ടേക്ക് ഞാൻ ഇപ്പോഴും പുറത്തെടുക്കുകയാണ്. അതായത് 240-250 പുറത്തേക്ക് BJP-ക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് BJP 303 മുകളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അത് വിശദമായി കേരള LDF 3, UDF 16, NDA 1. ന്യൂസ് നേഷൻ UP NDA 67, അതായത് 62-ൽ 67 ഇന്ത്യ 10. യുപിയിൽ BSP-ന്റെ 10 സീറ്റ് എങ്ങോട്ടാ പോകുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ പ്രാവശ്യം BSP-ക്ക് അവിടെ 10 സീറ്റ് ഉണ്ടായിരുന്നതാണ്. ആ സീറ്റ് 10 സീറ്റ് എങ്ങോട്ട് പോകുന്നുള്ളതാണ് കാര്യം. പ്രേക്ഷകർ കാത്തിരിക്കുക. ഏറ്റവും നിർണായകമായ ഫലസൂചനകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിലവിൽ പ്രോ BJP സ്റ്റാൻഡ് എടുത്തിരിക്കുന്ന 5 പ്രധാനപ്പെട്ട ചാനലുകളുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആക്യുറസി റേറ്റുള്ള ചാനലുകളുടെയും ഏജൻസികളുടെയും റേറ്റിംഗുകളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ റിസൾട്ടുകളാണ്. ആ റിസൾട്ടുകൾ വരുമ്പോൾ NDA-ക്ക് BJP-ക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടിവുണ്ടാവുകയും ആ ഇടിവ് കിഴക്കേ ഇന്ത്യയെ വഴി നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ആ കണക്കുകൾ നമ്മളോട് പറയുന്നത്. ആക്യുറസി ഏറ്റവും കൂടുതലുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിഷ്പക്ഷമായ ഏജൻസികൾ എന്നൊക്കെ വിലയിരുത്തപ്പെട്ടിരിക്കുന്ന ഏജൻസികളുടെ റിസൾട്ടുകളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്.